ഗസയിൽ വെടിനിർത്തുന്നത് സംബന്ധിച്ച് ചർച്ച പുനരാരംഭിച്ചെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം. ഇക്കാര്യം ഇസ്രായേലും സ്ഥിരീകരിച്ചു. ഇസ്രായേൽ പൂർണ്ണമായി പിൻവാങ്ങാതെ ചർച്ചയ്ക്കില്ല എന്നാണ് ഹമാസ് നിലപാട്. ഗസയിൽ ഉടൻ വെടിനിർത്തൽ വേണമെന്ന് ബ്രിട്ടനും ജർമ്മനിയും ആവശ്യപ്പെട്ടു. ബന്ദികളെ സൈന്യം കൊലപ്പെടുത്തിയതിൽ ഇസ്രായേലിൽ പ്രതിഷേധം തുടരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മുഹമ്മദ് സാലിഹ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സാലി, വീണ്ടും ഒരു വെടിനിർത്തൽ ചർച്ചയ്ക്ക് മധ്യസ്ഥ ശ്രമം തുടങ്ങിയിരിക്കുകയാണ് ഖത്തർ. അതേസമയം ഹമാസിന്റെയും ഇസ്രായേലിന്റെയും നിലപാട് എത്രത്തോളം ഇതിൽ നിർണായകമാണ്? ഹമാസിന്റെയും ഇസ്രായേലിന്റെയും നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇസ്രായേൽ ഇപ്പോൾ ഇങ്ങനെയൊരു ചർച്ച നീക്കത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതേസമയം ഹമാസ് പ്രതികരിക്കുന്നത് പൂർണ്ണമായി ഗസയിൽ നിന്ന് പിൻവാങ്ങാതെ ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും ഒരുക്കമല്ല എന്നു തന്നെയാണ്. ഏറ്റവും അവസാനവും ഹമാസ് ഇക്കാര്യത്തിൽ ഇതുതന്നെയാണ് വിശദീകരിക്കുന്നത്. അതേസമയം ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഖത്തറിന് ഹമാസിൽ നിർണായക സ്വാധീനമുള്ള ഒരു രാജ്യമാണ് ഖത്തർ. ഖത്തറിന്റെ നയതന്ത്ര നീക്കങ്ങൾ ഫലിക്കും ഹമാസിന്റെ കാര്യത്തിൽ എന്ന് തന്നെയാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ മറുപുറത്ത് ഇസ്രായേലിനെ ഈ ഒരു ചർച്ചയിലേക്ക് നിർബന്ധിച്ചതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസം. ഏറ്റവും അവസാനമായും ഇപ്പോഴും ഇസ്രായേലിൽ വലിയ തോതിലുള്ള പ്രതിഷേധം അലയടിക്കുകയാണ്. ഇസ്രായേലി പൗരന്മാരായ 3 ബന്ദികളെയാണ് ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയത്. ഇത് IDF വിശദീകരിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങിയത്. ഇന്നലെ രാത്രി വീണ്ടും ഒരു വെളിപ്പെടുത്തൽ ഇസ്രായേൽ സേന നടത്തി. അതായത് ഈ 3 പേരും വസ്ത്രമില്ലാതെ ഒരു കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് വരികയായിരുന്നു. ഈ വെള്ളക്കൊടിയുമേന്തി ഹീബ്രുവിൽ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പുറത്തു വന്നപ്പോഴാണ് ഇവരെ കൊലപ്പെടുത്തിയത് എന്ന് IDF തന്നെ വിശദീകരിക്കുന്നുണ്ട്. തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ആദ്യം 2 പേരെ ഞങ്ങൾ വെടിവെച്ച് കൊന്നു. അതിനുശേഷം ഈ കോണിക്കൂടിൽ ഒളിച്ചു നിന്ന ഒരു ബന്ദിയെ അദ്ദേഹത്തോട് പുറത്തു വരാൻ ആവശ്യപ്പെട്ടു. ഹീബ്രുവിൽ ഇദ്ദേഹം സംസാരിക്കുന്നത് കേട്ട സൈനിക തലവൻ, അവിടെ ഉണ്ടായിരുന്ന സൈനിക തലവൻ ഈ വെടിവെപ്പ് നിർത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഇങ്ങനെ വെടിവെപ്പ് നിർത്തിയ സമയത്ത് വീണ്ടും അദ്ദേഹം പുറത്തു വരുന്നു. ഈ ബന്ദി, ഒളിച്ചു നിന്ന ബന്ദി പുറത്തു വരുന്നു. അദ്ദേഹം വെള്ളക്കൊടിയുമായാണ് പുറത്തു വന്നത്. പക്ഷേ അപ്പോൾ ഈ വെടിവെപ്പ് നിർത്തിയ സമയത്ത് ഈ ബന്ദി പുറത്തു വന്നപ്പോൾ വീണ്ടും വെടിയുതിർത്ത് അദ്ദേഹത്തെ വധിച്ചു എന്നാണ് IDF തന്നെ വിശദീകരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഇസ്രായേലിൽ വലിയ തോതിലുള്ള പ്രതിഷേധം അലയടിക്കുന്നത്. പ്രതിരോധ മന്ത്രാലയത്തിന് മുന്നിൽ വലിയ പ്രതിഷേധം ഉണ്ടായി. ഈ പ്രതിഷേധത്തിലാണ് ഈ IDF ഈ പ്രതിഷേധിച്ച ബന്ദികളുടെ ബന്ധുക്കൾക്കടക്കം വലിയ തോതിലുള്ള ഒരു ഒത്തുതീർപ്പ് ഫോർമുല അവരുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഞങ്ങൾ നയതന്ത്ര നീക്കത്തിലൂടെ മാത്രമേ ഇനി ബന്ദികളെ മോചിപ്പിക്കുള്ളൂ, ഇനി അക്രമത്തിലൂടെ ഞങ്ങൾ ബന്ദികളെ മോചിപ്പിക്കില്ല എന്ന വാഗ്ദാനമാണ് ഇസ്രായേലി സേനയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ പ്രതിഷേധക്കാർക്ക് നൽകിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ചർച്ചയിലേക്ക് ഇസ്രായേൽ നീങ്ങുന്നത്. ഓസ്ലോയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ചർച്ച ആരംഭിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. ഖത്തറി പ്രധാനമന്ത്രിയും അതേസമയം മൊസാദിന്റെ തലവൻ ഡേവിഡ് ബാർണിയയുമാണ് ഇത്തരത്തിലൊരു ചർച്ച നടത്തുന്നത്. ഇപ്പോൾ UK-യും ബ്രിട്ടനും ജർമ്മനിയും അടക്കം രാജ്യങ്ങൾ ഈ വെടിനിർത്തൽ വേണം എന്ന ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതേസമയം ഗസയിലെ സാഹചര്യങ്ങൾ അതീവ രൂക്ഷമാകുകയാണ്. തെക്കൻ വടക്കൻ ഗസകളിൽ ഒരേ സമയം ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ സേന. വ്യോമ, കര, നാവിക മേഖലകളിലൊക്കെ തന്നെ ആക്രമണം തുടരുന്നു. ഏറ്റവും അവസാനമായും ജബാലിയ അഭയാർത്ഥി ക്യാമ്പിൽ വലിയ തോതിലുള്ള ആക്രമണമുണ്ടായി. വിവിധ പാർപ്പിട സമുച്ചയങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായി. കമാൽ അൽ അദ്വാൻ ആശുപത്രിയിൽ 20 പേരെ ബുൾഡോസർ കയറ്റി ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയിട്ടുമുണ്ട്. ഗസയിലെ ഏക കാത്തലിക് ചർച്ചിൽ അഭയം തേടിയ 2 ക്രിസ്ത്യൻ വനിതകളെയും ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയിട്ടുണ്ട്. ജിൽസി, ശരി. മുഹമ്മദ് സാലിഹാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ വിവരം നൽകിയത്. ഇപ്പോൾ